ഹായ്, PRS ഹെൽത്തി കുക്കിംഗ് ആൻഡ് ട്രാവലിന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കടുമാങ്ങേൻ്റെ അച്ചാർ. ഇതെൻ്റെ അമ്മമ്മയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെയാണ് എൻ്റെ അമ്മയും ഈ കടുമാങ്ങേൻ്റെ അച്ചാർ ഉണ്ടാക്കിയത്. അതേപോലെ നമ്മളും അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കാറുള്ളത്. അതുകൊണ്ട് എൻ്റെ അമ്മമ്മേൻ്റെതാണിത്. അതുകൊണ്ട് ഈ കടുമാങ്ങേൻ്റെ അച്ചാർ ഞാനിപ്പോൾ അമ്മമ്മ ചെയ്യുന്ന പോലെ തന്നെ അത് കണ്ടുപഠിച്ചിട്ട് ഞാനിപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ പിന്നെ നമ്മൾ ഈ മാങ്ങേനെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കഷ്ണം കഴിച്ചിട്ട് എടുത്തിട്ട് വരട്ടെ. അതിന് വേണ്ട സാധനങ്ങൾ, അച്ചാറുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഒരു സ്പൂണ് ജീരകത്തിൻ്റെ പൊടി, ഒരു 3 സ്പൂണ് കടുക് പൊടി, ഒരു 3 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് ഉലുവപ്പൊടി, വേണ്ടത്ര ഉപ്പ്. ആ ഉപ്പ് എങ്ങനെ നമ്മൾ ചേർക്കണം എന്ന് വെച്ചാൽ, ആദ്യം ചൂടുവെള്ളത്തിട്ട് ചൂടുവെള്ളത്തിട്ട് തിളപ്പിച്ചിട്ട് തണിഞ്ഞ ശേഷം ഈ മാങ്ങേൻ്റെ കൂടെ നമ്മൾ ചേർക്കണം. എന്നാൽ മാങ്ങ മോശാവാതെ കണ്ട് അച്ചാർ ഒരാഴ്ച 10 ദിവസം വരെ നിൽക്കും. നമ്മൾ പച്ചവെള്ളത്തിനെ കൊണ്ട് അച്ചാറാക്കി കഴിഞ്ഞാൽ അച്ചാർ വേഗം മോശമാവും. അതുകൊണ്ടാണ് ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളത്തിനെ നമ്മൾ തണുപ്പിച്ചിട്ട് ഈ അച്ചാറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നാൽ നമ്മൾ 2 മാങ്ങേനെ കഷ്ണം കഴിച്ചിട്ട് എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇതാ നമ്മൾ 2 മാങ്ങേനെ നന്നായിട്ട് ചെറുങ്ങനെ കഷ്ണം കഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. നമ്മളൊരു 3 ടീസ്പൂണ് കടുക് പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/2 സ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പൊടിച്ചിട്ട് ഉണ്ടാക്കിയ പൊടികളാണ്. നമ്മൾ തന്നെ പൊടികൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ചാർ നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. ഒരു 3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതും അങ്ങനെ തന്നെ കാശ്മീർ ചില്ലി പൗഡറാണ്. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ മുളക് പൊടിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കായും ഇട്ട് കൊടുക്കാം. കായം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, കടുമാങ്ങ അച്ചാറിന് കായും വേണമല്ലോ. കുറച്ച് കായും നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ തിളപ്പിച്ച ഉപ്പ് വെള്ളം തണിഞ്ഞിട്ട് ശേഷം ഇത് ഒഴിച്ചു വിടും. നന്നായി തണിഞ്ഞിട്ടുണ്ട് ഈ ഉപ്പ് വെള്ളം. ഇനി നമ്മൾ ഇതിന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു മഞ്ഞ കളർ വരും. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വെള്ളം കുറച്ചും കൂടി നമ്മൾ ഇതിൽ ആഡാക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മൾ അമ്മമ്മേൻ്റെ കടുമാങ്ങ അച്ചാർ റെഡിയായി. ഇതേപോലെ അമ്മമ്മ ചെറിയ ആയിട്ടുള്ള ചെറിയ മാങ്ങ ഇടിയോടെ കൂടി ഇട്ടിട്ട് ഇതുപോലെ ഇതേപോലെ കടുമാങ്ങ അച്ചാർ അമ്മമ്മ ഉണ്ടാക്കലുണ്ട്. അത് ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ അമ്മമ്മയുടെ കടുമാങ്ങ അച്ചാർ റെഡി. നമ്മൾ ഈ അച്ചാറിന് വിനീഗർ ഒഴിക്കലില്ല. നമുക്ക് വിനീഗർ അച്ചാർ അത്ര ഇഷ്ടമല്ല. നമ്മൾ അധികം ആരും കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ വിനീഗർ ഒഴിച്ചിട്ട് അച്ചാർ എപ്പം ഉണ്ടാക്കലില്ല.
വിനീഗറിൻ്റെ പകരം എന്തെങ്കിലും നാരങ്ങ പിഴിഞ്ഞിച്ചാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കൽ. അല്ലാതെ കണ്ട് വിനീഗർ ഞാൻ അച്ചാർ ഉപയോഗിക്കുകയില്ല. ഇതാണ് ഞാൻ കടുമാങ്ങ അച്ചാറാക്കിയിട്ട് നമ്മളെ വീട്ടിൽ കുട്ടികളെല്ലാം കഴിക്കാറുള്ളത്. ഈ കടുമാങ്ങ അച്ചാറാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അച്ചാർ. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് PR ഹെൽത്തി കുക്കിംഗ് നിങ്ങളെ മുന്നിൽ. ബൈ.